ഇവിടെ ഇപ്പോഴും തീനാളമുണ്ട് അരുൺ. ആ തീനാളത്തിലേക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാം. ആ തീനാളം കാണിക്കുക. ആ രൂപത്തിൽ ഈ വീടുകൾ സാധാരണ കൂലി ചെയ്ത്, മസ്ദൂരി എന്ന് പറഞ്ഞാൽ കൂലി പണി ചെയ്ത് ജീവിക്കുന്നവരുടെ വീടുകളാണ്. അതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് അരുൺകുമാർ തത്സമയം അതിർത്തി മേഖലകളിൽ നിന്ന് നമ്മൾ കാണിക്കുന്നത്. ഇന്നലെ 2 മണി 2:30 വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അത് ഈ വീടിൻ്റെയൊക്കെ പിൻഭാഗം തകർന്നിട്ടുണ്ട് അരുൺ. ഈ ദൃശ്യങ്ങൾ കാണുക. അതിൻ്റെ ആഘാതത്തിൽ ഈ വീടിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം തന്നെ, ചുമര് തന്നെ പൊളിഞ്ഞു വീണു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. ആ രൂപത്തിൽ ഇവരുടെ ജീവിതം തന്നെ നശിച്ചു. അത് പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടാണ് അരുൺകുമാർ. ഇന്ത്യയുടെ വീടാണ്, ഇന്ത്യയിലെ ഓരോരുത്തരുടെയും വീടാണ്. സലാമാബാദ് എന്ന അവസാനത്തെ ഗ്രാമത്തിലെ വളരെ സാധാരണക്കാരായ ഡ്രൈവറായി ജോലി നോക്കുന്ന, മറ്റ് കൂലി ജോലി നോക്കുന്ന, മറ്റ് കൂലിപ്പണി ചെയ്യുന്ന അവരുടെയൊക്കെ വീടുകളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. അവർ ഒരു പക്ഷേ പുറത്തിറങ്ങാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ മരണം തന്നെ സംഭവിക്കുമായിരുന്നു. അതിർത്തിയിലാകെ 10 പേരാണ് ഇതിനോടകം ഈ ഷെല്ലാക്രമണത്തിൽ, പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ ഭാഗത്ത് നോക്കുക. ഇവിടെയൊക്കെ ജനലൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ്, ഒരു റൂമാണെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ താഴെ കത്തി നശിച്ചിരിക്കുന്നത് കാണാം. ഷെല്ലാക്രമണത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി മനു ഗോപാലകൃഷ്ണൻ കാണും. നമ്മൾ കൂടി ആശ്ചര്യപ്പെടുകയാണ്. ആദ്യമാണ് ഇങ്ങനെ ഒരു അനുഭവം അരുൺകുമാർ. കാണൂ, അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു മറയാണ് കെട്ടിയിരിക്കുന്നത്. അവിടെ ദ്വാരങ്ങൾ വീണത് കാണാം ആ ഷെല്ലാക്രമണത്തിനെ തുടർന്ന്. ഈ രൂപത്തിൽ ഇവിടുത്തെ ഈ ഗ്ലാസുകൾ മുഴുവൻ തകർന്നിരിക്കുന്നു. മനു മുന്നിലേക്ക് വന്നാൽ ഇവിടുത്തെ ഇതൊക്കെ ഒരു ഗ്ലാസിൽ തീർത്ത കതകുകളായിരുന്നു. ഇതൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതായത് നോക്കൂ, ഇതൊക്കെ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ സംഭവിച്ചതാണ് ഇതൊക്കെ. മുന്നിലേക്ക് വന്നാൽ ഈ വീടാകെ നശിച്ചു എന്നുള്ളതാണ്. മുന്നിൽ ഈ റൂം കാണിക്കാം. പൊട്ടാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ ആ ഭാഗത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. ബി കെയർഫുൾ. വളരെ സാധാരണക്കാരായ, നോക്കൂ, കാശ്മീരി ഷോളുകളും കാശ്മീരി പുതപ്പുകളും കാർപ്പറ്റുകളും ഒക്കെ വിറ്റ് ജീവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത് സലാമാബാദിലെ ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ എഴുതിയ നോട്ട്ബുക്കുകൾ കാണുന്നു. കൂലിപ്പണിക്കാരുടെ മക്കളാണ്. നോക്കൂ, അതിൽ കുഞ്ഞുങ്ങൾ എഴുതി പഠിക്കുന്ന നോട്ട്ബുക്കുകളാണ്. അരുൺകുമാർ, വളരെ സങ്കടം തോന്നുകയാണ്. വളരെ നമ്മൾ ഉള്ളിൽ തട്ടി സങ്കടം തോന്നുന്ന ദൃശ്യമാണ്. കുഞ്ഞുങ്ങൾ എഴുതി പഠിച്ച നോട്ട് പുസ്തകം ആരുമില്ലാതെ ഈ തകർന്ന പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എഴുതി പഠിച്ച പുസ്തകമാണ് ഈ കാണുന്നത്. ഈ രൂപത്തിൽ ഇവിടെ പുസ്തകങ്ങൾ വേറെയുമുണ്ട്. കുഞ്ഞ് അവരൊക്കെ വലിയ ആഗ്രഹത്തോടെ ആയിരിക്കും പഠിക്കാനുള്ള പുസ്തകങ്ങളടക്കം, ചോറ്റുപാത്രമടക്കം ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് ഇവിടുത്തെ സാഹചര്യം. അവരുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഈ ഭീകരാക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം ഈ മേഖലയിലുണ്ടായി. ഉറിക്ക് 3 കിലോമീറ്റർ ഇപ്പുറം, ഉറിയിൽ നിന്ന് ആർമി പോസ്റ്റ് ഉണ്ട്. ആർമി പോസ്റ്റ് കഴിഞ്ഞ് 3 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ബോർഡർ കൃത്യമായി അടച്ചിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള സ്ഥലമാണ് സലാമാബാദ്. സലാമാബാദിലെ ദൃശ്യങ്ങളാണ്, സലാമാബാദിലെ വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള പലർക്കും പരിക്കേറ്റു. ശബ്ദം കേട്ട ഉടനെ പുറത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട വീട്ടിലുള്ളവരെ അവരുടെ ജീവനോടെ തന്നെ കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കൂടി കാണുക. ഇത് വീടാണ്. നോക്കൂ, തകർന്നു കിടക്കുന്നത് ഒരു പിടി മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണീർ വീണ പുസ്തകങ്ങളാണ്. ആ ഡ്രൈവർ വാഹനം ഉരുട്ടി ആ കുടുംബത്തെ പോറ്റിയിരുന്ന ഒരു ഡ്രൈവറുടെ സ്വത്തുമാണ് അവിടെ തകർന്നു വീണ് കിടക്കുന്നത്. ഈ പാകിസ്ഥാൻ, ഇന്ത്യയുടെ തിരിച്ചടിയിൽ സമനില ഇഷ്ടപ്പെട്ട പാകിസ്ഥാൻ വളരെ നിഷ്കളങ്കരായ, നിരായുധരായ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുന്നതിൻ്റെ ദേശീയ ചിത്രങ്ങളാണ്. നാഷണൽ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും സലാമാബാദ് എന്ന സ്ഥലത്തു നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെല്ലാക്രമണത്തിൽ തകർന്ന സലാമാബാദിലെ ഈ അതിർത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ വീടിന്റെ ദൃശ്യങ്ങളാണ്. ഓർമ്മിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഉന്നമിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കാരായ സാധാരണക്കാരായ മനുഷ്യരെ ഉന്നമിക്കുന്നു. 10 പേർക്കാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഭീകരവാദികളെ നമ്മൾ തുരത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കണ്ണീർ കലക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്.